കുടുംബത്തിൻ്റെ ഐശ്വര്യം, ദ ബ്ലെസ്സിങ്സ് ഓഫ് ഫാമിലി. കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ പഠിക്കുക. നമ്മൾ മെയിനായിട്ട് മിനിസ്ട്രി എടുക്കുന്ന കർത്താവിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ മക്കളാക്കി ഒരു അനുഗ്രഹിക്കുന്ന ഭവനം ഉണ്ടാക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് എൻ്റെ മെയിൻ മിനിസ്ട്രി. കുടുംബത്തെ സെൻറ്റർ ചെയ്ത പല മെസ്സേജുകളും ഞാൻ എടുക്കുന്നത്. അതിന് ചേരുന്നത് ഓരോ സമയത്തും വിടുതലിന് വേണ്ടിയുള്ളതും അനുഗ്രഹത്തിനുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ദൈവം പറയുന്നത് നീ വിടുതലിൻ്റെ അല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ അനുഗ്രഹിക്കുക. ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുക. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള കുടുംബം. ഒന്ന് ന്യൂക്ലിയർ ഫാമിലി, അതായത് അണു കുടുംബം എന്ന് പറയും അതിന്. അതൊരു ചെറിയ ഫാമിലി എന്ന് പറയും. അതിനും നിർവചനം ആവശ്യമുണ്ട്. കാരണം എൻ്റെ കൊച്ചു കാലത്തൊക്കെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, മക്കൾ, അത് ചിന്ത അതിനൊരു സംശയമില്ല. എന്നാൽ നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീകൾ അപ്പനും അമ്മയായിട്ടും ആ മക്കളെ എടുത്തും വളർത്തും. അപ്പം നമുക്ക് തലക്കൊരു വട്ടുപോലെ തോന്നിക്കും, അയ്യോ അതെങ്ങനെയാണ്? 2 പുരുഷന്മാർ മക്കളെ വളർത്തുന്നു, 2 സ്ത്രീകൾ മക്കളെ വളർത്തുന്നു അപ്പനും അമ്മയായിട്ടും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നും. എനിക്ക് സഹിക്കത്തില്ല അത് കേൾക്കുമ്പോഴും. അപ്പോൾ അതൊക്കെ ഒരു കോമൺ ആയിട്ട് അവർ സംസാരിക്കുന്നത്. പാപം ചെയ്യുന്നത് പോട്ടെ, പാപം ചെയ്യുന്നത് ഗമയായിട്ട് പറയുന്നത്. അപ്പം സ്കൂളിൽ വന്നിട്ട് പിള്ളേർ പറയും മദർ സെഡ് ലൈക്ക് ദിസ്, മദർ നമ്പർ 1 നമ്പർ 2. അപ്പോൾ അതെന്തോന്നാ? 2 പെണ്ണുങ്ങൾ മക്കളെ വളർത്തുന്നതാണത്. പുരുഷന് 2 ആണുങ്ങൾ മക്കളെ വളർത്തും. അതൊരു കുടുംബമായിട്ടാണ് ഇപ്പം നിർവചിച്ച് വെച്ചിരിക്കുന്നത്. അത് തെറ്റല്ലേ? അബ്സല്യൂട്ട്ലി റോങ് അല്ലേ അത്? ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള ചിന്ത പോലും വരില്ല. ഇതിപ്പോൾ നടക്കുന്നത് തന്നെയല്ല. സ്കൂളിൽ ചെല്ലുമ്പം 2 സ്ത്രീകൾ വളർത്തുന്ന പിള്ളേർ ഒരാളെ അപ്പനെന്നും ഒരാളെ അമ്മയെന്നും വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് ഇമാജിൻ ചെയ്യാൻ നോക്കും. അത് നടക്കുന്നിപ്പോൾ. നമ്മൾ അന്ധരായിട്ട് ജീവിക്കരുത്. സോ വാട്ട് ഈസ് എ ഫാമിലി? എ ന്യൂക്ലിയർ ഫാമിലി വേദപുസ്തക പ്രകാരം ഒരു സ്ത്രീയും പുരുഷനും അവരും ഒന്നിച്ച് ചേർന്ന് മക്കൾ സ്വന്തമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത മക്കൾ ചേർന്ന് ജീവിക്കുന്ന ഒരു ചെറിയ കുടുംബത്തിനെയാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബം നിർവഹിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടാകുന്ന ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. A nuclear family is a family actually that a unit comprising of a father and mother and their children. Either it can be their own children or biological or adopted or step children. It can be. അതാണ് അണുകുടുംബം. ഇത് ഈ നിർവചനത്തിൽ നിന്ന് എനിക്ക് തോന്നിയ പോലെ ഒരു നിർവചനം ഉണ്ടാക്കി ഭാര്യയും ഭർത്താവിനും 2 സ്ത്രീകളാവുന്നു, ഭാര്യ ഭർത്താക്കന്മാർ 2 പുരുഷന്മാരാണ്, ഭാര്യ അപ്പനും അമ്മയാകുന്നതൊക്കെ മനുഷ്യന് ദൈവത്തോടുള്ള മറുതലിപ്പല്ലേ കാണിക്കുന്നത്? ദൈവം ആദ്യ ഉൽപ്പത്തി പറഞ്ഞു ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട്. അവിടെയും ചിന്തിക്കണം, ആദത്തിനെ ഉണ്ടാക്കിയിട്ട് ആദത്തിൻ്റെ അകത്തു നിന്ന് സ്ത്രീയെ എടുത്ത് പുറത്ത് വെച്ചു എന്നാണ് പറയുന്നത്. അപ്പം ആദെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷന് 2 സ്ത്രീകളിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാകൂല. അതിനിപ്പം പലതരത്തിൽ ഇപ്പോൾ സെല്ല് വെച്ച് കുഞ്ഞുങ്ങളുണ്ടാകും. ഫണ്ടമെൻ്റൽ അബ്സല്യൂട്ട് ട്രൂത്ത് ദൈവം തന്നിരിക്കുന്നത് നീ മറന്നാൽ, ഈ മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ദൈവത്തിനെതിരായിട്ട് നിന്നാൽ ദൈവത്തിൻ്റെ കോപം വന്നിട്ട് ദേശം നശിച്ചു പോകും. സംശയമില്ലാത്ത സത്യമാണ്. എത്ര കാലമെടുക്കുമെന്ന് ചോദിച്ചാൽ അവൻ്റെ ദീർഘക്ഷമ കൊണ്ട് കുറച്ച് പേര് ദൈവത്തെ വിളിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ ഹൈസ്കൂൾ വരെ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഹൈസ്കൂൾ കഴിയുമ്പം ഈ വേണ്ടാത്ത കുന്തങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങും. ട്രാൻസ്ജെൻഡർ, സ്ത്രീയും പുരുഷനും സ്ത്രീയും എല്ലാം ഒരാളിലുള്ളത്, നിനക്ക് വേണേൽ പുരുഷനും ആകാം സ്ത്രീയാകും. അങ്ങനെയല്ലല്ലോ ദൈവം സൃഷ്ടിച്ചത്. അപ്പം ആദ്യമേ കുടുംബം എന്താണെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തൊന്നും അതധികം കാണുന്നില്ല. അതിൽ നമ്മുടെ ചർച്ചുകൾക്ക്, അതുപോലെ നമ്മുടെ സഭായോഗങ്ങൾക്ക്, വിശ്വാസങ്ങൾക്ക്, ഈവൻ മറ്റ് വിശ്വാസികൾക്കും ആ ഒരു കാര്യത്തിൽ നമ്മുടെ കൂട്ട് തന്നെ ഉറപ്പുള്ളതാണ് കുടുംബം എന്തെന്നുള്ളത്. അവർക്കറിയാം കുടുംബം എന്താണെന്നുള്ളത്. നമ്മളത് അറിഞ്ഞിരിക്കണം. അത് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത് ഗ്രാൻഡ് പേരൻസ്, ആൺസ്, അങ്കിള്, കസിൻസ്, അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കുന്നത്. അതായത് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പം എൻ്റെ വല്യപ്പച്ചന്, വല്യമ്മച്ചി, അങ്കിളുമാർ, അപ്പാപ്പന്മാർ, അവരുടെ ഭാര്യമാർ, മക്കളെ എല്ലാവരും കൂടെ ഒന്നിച്ചെന്നൊരു കൂട്ടുകുടുംബം. അത് നമ്പർ കൂടും. അവിടെയും സ്ത്രീയും പുരുഷനുമാണ് ഒരു കുടുംബത്തിൻ്റെ കണ്ണി.
അല്ല പുരുഷനും അല്ല. വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഇതിനൊക്കെ വിപരീതമായിട്ട് ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ മഹാകോപം ദൈവമേ കടന്നു വരുന്നതിനെതിരായിട്ട് ആരെങ്കിലും മൂല്യങ്ങൾ വിളിച്ചു പറയുക. കുടുംബം മൂല്യങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ? സഭകളിൽ മൂല്യങ്ങൾ കുറയുന്നുണ്ടോ? ചർച്ചുകളിൽ സഭകളിൽ മൂല്യം മാറുന്നുണ്ടോ? എല്ലാവരും സുഖത്തിന് വേണ്ടി മാത്രമായി. അത് കൺവീനിയൻ്റാണ്. 2 സ്ത്രീകൾ ഒന്നിച്ച് ജീവിക്കുന്നത് കൺവീനിയൻ്റാണ്. 2 പുരുഷന്മാർ ഒന്നിച്ച് എന്നാൽ നീ 2ആയിട്ട് ജീവിച്ചിട്ട് നീ കുഞ്ഞുങ്ങളെന്തിനാ വളർത്തുന്നത്? കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ കൊച്ചുമക്കൾ വന്നിട്ട് അവരുടെ വീട്ടിൽ അങ്ങനെയാണെന്ന് പറയുന്നത് കേൾക്കുമ്പം നമ്മൾ ധരിച്ചിരിക്കും. കാരണം അയ്യോ ഇത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര മൂല്യത്തിൽ വളർത്തിയാലും അറിഞ്ഞോ അറിയാതെയോ ഈ പാപത്തിൻ്റെ ഈ പാപ ജീവിതത്തിൽ ജീവിക്കുന്ന ഈ ജീവിത രീതി കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യും. വാട്ട് ഈസ് റൈറ്റ് ഇൻ എ ഫാമിലി? എന്താണ് കുടുംബത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ കുടുംബത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അപ്പനമ്മമാർ കുഞ്ഞുങ്ങളെ സ്നേഹത്തിൽ വളർത്തണം. അതുപോലെ തന്നെയാണ് മക്കൾ അപ്പനമ്മമാരെ ബഹുമാനിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഇതൊക്കെ സിമ്പിൾ പ്രിൻസിപ്പിൾസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചാലും എൻ്റെ കോൺഷ്യൻസ് മാറാത്ത വിധത്തിൽ ഈ വചനം കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഉറപ്പിക്കണം. അവരെവിടെ പോയി അതുകൊണ്ടാണ് ബാലനെ ദൈവത്തിൻ്റെ ശിക്ഷണത്തിലും ദൈവത്തിൻ്റെ സത്യത്തിലും കടന്ന് പഠിപ്പിച്ചുകൊണ്ട് വരണം. അതേതായാലും ഇപ്പം ഈ ചാളി കേർക്കെന്ന് പറഞ്ഞ മനുഷ്യനെ 31 വയസ്സുള്ള മനുഷ്യനെ വെടിവെച്ച് കൊന്ന് എന്തിനെ? സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട്. അവിടുത്തെയൊക്കെ മ്ലേച്ഛത കാട്ടാൻ അതുകൊണ്ട് മാത്രമാണ് സത്യത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞതിനാണ് വെടിച്ചു വന്ന് കൊന്നത്. അങ്ങനെ ഇപ്പോൾ ആർക്കും സത്യം പറയാൻ പേടിയുള്ളവരുണ്ട് പലരും. ആ ഒരു കാലം വരുമ്പോൾ അസത്യം കാണിക്കുന്നവർ അവരാണ് ഭൂമി ഭരിക്കുന്നതെന്ന നിലയിലോട്ട് വരുമ്പം സോദോം ഗൊമോറ പോലെ ഭൂമി നശിപ്പിക്കും. ഇനിയും ദൈവം പറഞ്ഞിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്, ഞാൻ വെള്ളം കൊണ്ട് ഇനി ഭൂമിയെ നശിപ്പിക്കില്ല, ഇനിയും നശിപ്പിക്കുന്ന തീ കൊണ്ടാണ്. നമ്മൾ തന്നെ തീയായി മാറും. എന്തിനാ അധികം വേണ്ടല്ലോ. ഒരാളെ 22 വയസ്സുള്ള ഒരു കൊച്ചൻ 31 വയസ്സുള്ള ഒരു ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ഒരാളെ വെടിവെച്ച് കൊല്ലാൻ ഒരു മടിയും കൂടാതെ സമൂഹത്തിൻ്റെ നടുക്ക് വന്ന് വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ സമൂഹം എങ്ങോട്ട് മാറുന്നു? ആർ വി റിയലി ഇംപ്രൂവിങ്? ഇതൊക്കെ നന്മയാണോ അതോ ചീത്തയാണെന്നോണ്ട് നിങ്ങൾ തന്നെ അസസ് ചെയ്യുവിന്. എന്താന്നേലും വചനത്തിനകത്ത് 6 എഫെസ്യർക്ക് ലേഖനം 6:1 പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് വാഗ്ദത്തോടു കൂടിയ ആദ്യ കൽപ്പന തന്നു. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. അപ്പം 2 ഘടകമുണ്ട്. ഒന്ന്, മക്കൾ അപ്പനമ്മമാരെ അനുസരിക്കണം. അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, മക്കൾ അപ്പനമ്മമാരെ അനുസരിക്കാൻ തക്കവണ്ണം അപ്പനമ്മമാരിൽ ദൈവത്വമുണ്ടോ? ശരി, ബലഹീന ക്യാരക്ടറുണ്ട്, അത് വേറെ കാര്യം. നമ്മൾ ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെടുന്നില്ല, ഒന്ന് കള്ളുകൂടി, വൈകിട്ട് വന്നിട്ട് അതിനെ അനുദപിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ കുടുംബത്തിനെതിരായിട്ട് വരുന്ന ശത്രുവിനെതിരായിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല, നീ ടേക്ക് ഓവർ ചെയ്യണം. അങ്ങനെയെങ്കിലും, അതായത് ആരും നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മൾക്ക് ബലഹീനതയുണ്ടെന്ന് മക്കൾ അറിയുന്നത് തെറ്റൊന്നുമില്ല. അവർക്കും ദൈവത്തെ വിളിക്കാനുള്ള ഒരു ഓപ്പണിംഗ് അവിടെ ഉണ്ടാക്കി കൊടുത്താൽ ദൈവം എങ്ങനെയെങ്കിലും പ്രവർത്തിക്കും. ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് തലമുറകൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാതെ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഈ കള്ളു കുടിക്കുന്ന അപ്പന്മാരും അമ്മമാർക്കൊക്കെ അവരുടെ അമ്മമാർ വിശ്വസ്തയോടെ ദൈവത്തിൽ നിന്നാൽ അവരുടെ അടുത്ത തലമുറ കള്ളു കുടിക്കാതെ എത്രയോ ഉന്നത പദവിയിലെത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. എത്ര കുടുംബങ്ങൾ ഒരു സ്ത്രീയുടെ അത് തിരിച്ചുകൊണ്ട് ഭാര്യമാർ വേണ്ടാത്തവന് ഭർത്താക്കന്മാർ മക്കളെ വളർത്തിക്കൊണ്ട് അപ്പനായിട്ട് വളർത്തി 2 സൈഡിൽ നിന്ന്. പിന്നെ ഒന്ന് ഓർക്കേണ്ടത്, ദൈവം നടുക്ക് നിൽക്കുന്ന പ്രാർത്ഥനയോടുകൂടെ വളർത്തിക്കൊണ്ടുന്ന ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളർന്നുകൊണ്ടേയിരിക്കും, അത് വളർന്നുകൊണ്ടേയിരിക്കും. ദൈവം പറയുന്നു, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അവർ നല്ലതായിട്ട് അനുസരിക്കാനല്ല, ദൈവം പറയുന്നതിനാൽ അനുസരിക്കുന്നത് ന്യായം. എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്താൽ
നിനക്ക് ദീർഘായുസ് ഉണ്ടാകും, നിനക്ക് സമ്പത്തും ഉണ്ടാകുന്ന കൽപ്പനയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഏക കൽപ്പന ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ജീവനും, അതായത് ആ ദീർഘായുസും തരുന്നത് കൽപ്പന അനുസരിക്കുന്നതിലാണ്. ദൈവത്തിൽ അതിലൊന്നാണ് അപ്പനമ്മമാരെ ബഹുമാനിക്കുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റിവളർത്തുക. ദൈവത്തിൻ്റെ ബാലശിക്ഷ അല്ലെ പഥ്യോപദേശം എന്ന് പറയുന്നത് സത്യവചനം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ പറയുന്ന ചർച്ചിലോ സഭകളിലോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിലോ വിട്ട് പഠിപ്പിക്കണം. പിന്നെ ദൈവത്തിൻ്റെ മർമ്മം സഭകളിലും ചർച്ചുകളിലും സ്കൂളുകളിലും ഇല്ലെങ്കിൽ പ്രായമുള്ളവർ അതുവേണ്ടി പറയാൻ തുടങ്ങണം. അതല്ല എങ്കിൽ ഏറ്റവും പ്രായമുള്ളവരെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിനെതിരായിട്ട് ദൈവമേ, ഒരു ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം ആളുകളെ ഉയർത്തിയെടുക്കും. എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രായമുള്ള നീഗ്രോ സ്ത്രീകൾ, ആഫ്രിക്കൻ അമേരിക്കൻസ് ഇരുന്നിട്ട് അമ്മമാരിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ദേശത്ത് റിവൈവൽ വരുത്തും. അതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ മുൻ തലമുറകളുടെ പ്രാർത്ഥനയാണ് അടുത്ത തലമുറകളുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ മൂലക്കല്ല്. അവിടെ നമ്മൾ ദൈവത്തിൽ ആത്മാവിൽ ഉറച്ചു നിൽക്കുക. ദൈവം നമ്മളെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. അർത്ഥാവ് നമ്മളോട് പറയുന്നത്, അർത്ഥം എഫേസ്യർക്ക് ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസ്സുണ്ടാകാനും നീ അപ്പനെ അമ്മയെ അനുഗ്രഹിക്കുക. നന്മ ലഭിക്കാൻ വേണ്ടി, അതായത് നമ്മൾ അർഹിക്കുന്ന അല്ലെങ്കിലും നീ അപ്പനെ അമ്മയെ അനുസരിക്കുന്നത് ാൽ, അതായത് പറയുന്നുണ്ടല്ലോ വചനം, മക്കൾ അപ്പനെ നോക്കുന്ന മക്കളോട് അപ്പന്മാർക്ക് പ്രത്യേക സ്നേഹമുണ്ട്. അപ്പൻ്റെ ബലഹീനത എന്തെങ്കിലും ആയിക്കോട്ടെ, എങ്കിലും അപ്പനെ കരുതുന്ന മക്കളോട് പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്പൻ്റെ അമ്മയുടെ ബലഹീനത നോക്കിക്കൊണ്ടിരിക്കാതെ ദൈവകൽപ്പന ഇതാകയാൽ ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനസാന്തരം ഉണ്ടാക്കി തിരിച്ചു കടന്നു പോവാം. കർത്താവിന് നിർബന്ധമാണ്. നമ്മൾ വിശ്വാസം കൈമാറണം. നമ്മളിലുള്ള ദൈവത്തിൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ ചിലപ്പം നമ്മൾ പൂർണ്ണത വരുന്നില്ല, പക്ഷെ നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിന് കൈമാറിക്കൊണ്ടിരിക്കണം. യേശുവിലുള്ള വിശ്വാസം, നമ്മുടെ തൃത്വത്തിലുള്ള വിശ്വാസം, സഭയിലുള്ള വിശ്വാസം ഒക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഈ യോഹന്നാൻ്റെ 17:19 പറയുന്നുണ്ട്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഈ 17 യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നതാണ്. അത് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരും, അതായത് ശിഷ്യന്മാർ വിശുദ്ധരാകുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ അവർക്ക് വേണ്ടി വിശദീകരിക്കുന്നു. അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ഈ അടുത്തിടെ ഒരു അച്ഛൻ പറഞ്ഞ് കേട്ടതാണ്, എനിക്കത് വളരെ ടച്ച് ചെയ്തു ഹൃദയത്തിൽ. അതായത് ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എടുത്തു തന്നിരിക്കുക, അതായത് ദൈവം കൊടുത്ത 12 ശിഷ്യന്മാർ അവർ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ അവരോട് പറഞ്ഞാൽ നടക്കത്തില്ല, പക്ഷേ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ അതൊരു പോയിൻ്റല്ലേ, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഞാൻ പറയില്ല, എന്നെ ശുദ്ധീകരിക്കുക, ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുക. ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. തലമുറ ശുദ്ധമാകുന്നതിന് മുൻപേ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ നമ്മൾ പഠിക്കുക. അതിനുള്ള പ്രായമായിട്ടുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമാധാനം കൊണ്ടുതരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, കുടുംബ സമാധാനം, ഐശ്വര്യം, കുടുംബത്തിൽ ക്രിസ്തു നടുക്ക് വരാതെ പിതാപുത്ര പരിശുദ്ധാത്മാവിനെ പോലെ അവർ 3 പേരും 3 പേഴ്സണാലിറ്റിയാണ്. അവർ 3 പേരും ഒരേപോലെ കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരപ്പനും അമ്മയും സ്ത്രീയും പുരുഷനും കൂടി ചേർന്ന് അവർക്കുണ്ടാകുന്ന മക്കളും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഈ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ വെട്ടിമാറ്റി കർത്താവിൻ്റെ കൽപ്പനയിൽ ഒന്നാണ്, ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നു, അതിനാൽ നിനക്ക് ഐശ്വര്യം വരും, അതിനാൽ നിനക്ക് ദീർഘായുസ് വരും, അതുകൊണ്ട് ഞാൻ അവരുടെ നന്മയോ തിന്മയോ നോക്കാതെ അവരെ ഞാൻ അനുഗ്രഹിച്ച് അവരെ പരിപാലിക്കും എന്ന് മക്കളും അപ്പനപ്പന്മാർ മക്കളെ സ്നേഹത്തോടുകൂടി ഉപദേശിപ്പിച്ച് ചെറിയ ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ശരിയെന്തേ തെറ്റെന്തേന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ ആ കുടുംബത്തിൽ ഐശ്വര്യം. കർത്താവെ, അത് ഞങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ച് കടന്നു വരും. ബലഹീനതയ്ക്ക് വേണ്ടി ഞങ്ങൾ എൻ്റെ രക്തം കൊണ്ട് കഴുകി, പ്ലീഡിങ് ദ ബ്ലഡ് ഓഫ് ജീസസ്, കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് മുതൽ തലമുറമേൽ നിൻ്റെ കൈ ചെന്ന് കൊണ്ടിരിക്കുന്നതിന് അവരെ ശുദ്ധീകരിക്കുന്ന ജോലി നീ ഏറ്റെടുത്തു. ഞങ്ങളുടെ ബലഹീനതയെ മറന്ന് അവിടുന്ന് അവർക്ക് വേണ്ടി കടന്നു വന്ന് പ്രവർത്തിക്കുന്നതിന് ഞങ്ങളുടെ അടുത്ത തലമുറകൾ ഞങ്ങളെക്കാട്ടും ഉറപ്പ്
യേശുവിലുള്ളവരായിട്ട്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട്, വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിട്ട് ജീവിപ്പാൻ നീ ഇടയാക്കണമേ. അവിടെയാണല്ലോ അനുഗ്രഹവും സമാധാനവും. അങ്ങനെ നീ ഞങ്ങൾക്ക് അനുഗ്രഹവും സമാധാനവും ഒഴുക്കിത്തരാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമേൻ.